പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി എണ്ണവിലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല. അതിനാൽ തന്നെ രാജ്യത്തെ ഇന്ധന LPG വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻഗണന നൽകണം എന്നാണ് നിർദ്ദേശം. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഹോട്ടലുകൾക്ക് പാചകവാതക സിലിണ്ടറുകൾ നൽകേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. അതിനാൽ തന്നെ കൈവശമുള്ള സിലിണ്ടറുകൾ തീർന്നാൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരും എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഹോട്ടൽ ജീവനക്കാരും ഹോട്ടലുകളെ ആശ്രയിക്കുന്നവരുമെല്ലാം ആശങ്കയിലാണ്. കാറ്ററിംഗ് മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാകും. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ പോലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിർത്തിവെച്ചതായി ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ അറിയിപ്പ് വന്നതോടെ ആശങ്കയിലാണ് ഹോട്ടൽ ജീവനക്കാർ. രണ്ടും അതിലധികവും സിലിണ്ടറുകൾ ദിവസവും ഉപയോഗിക്കേണ്ടി വരുന്നവരാണ് ഏറിയ പങ്കും ഹോട്ടലുകൾ. പ്രതിസന്ധി കണക്കിലെടുത്ത് നേരത്തെ തന്നെ ഗ്യാസ് ഉപയോഗം ഹോട്ടൽ ഉടമകൾ ചുരുക്കിയിരുന്നു. ഒരു ദിവസം 2 കുറ്റി വേണം. പിന്നെ എരിഞ്ഞ് ഒരു കുറ്റിമേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സാധനങ്ങൾ കുറയ്ക്കും. അപ്പം പൂട്ടേണ്ടി വരും, ഞങ്ങൾ കട പൂട്ടേണ്ടി വരും, അല്ലാണ്ട് രക്ഷയില്ലല്ലോ. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കട തുറക്കാൻ പറ്റില്ല. ഗ്യാസ് ലഭിച്ചില്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരും. ഇത് ഹോട്ടൽ ഉടമകൾക്ക് മാത്രമല്ല, ജീവനക്കാർക്കും ബുദ്ധിമുട്ടാകും. 2-3 ദിവസമായിട്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി തുറക്കാനുള്ളൊരു കപ്പാസിറ്റിയേ നമുക്കുള്ളൂ. ഇപ്പം നമ്മളുടെ പ്രയാസമല്ല, അതിനെക്കാട്ടിയും വലിയ പ്രയാസം നമ്മുടെ പണിക്കാരുടെ കാര്യം നമ്മൾ ഓർക്കുമ്പോഴാണ്. അവരുടെ കാര്യം ഒന്നും നടക്കാത്ത അവസ്ഥയിലോട്ട് പോകില്ലേ. 7-8 പണിക്കാരോളം നമുക്കുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇടങ്ങാറാവും. അപ്പോൾ അവർക്ക് പോലും എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ അതിന് പോലും നമുക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാറ്ററിംഗ് മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ്. നിലവിലെടുത്ത ഓർഡറുകൾ അനുസരിച്ച് ഭക്ഷണം എത്തിച്ചു നൽകാൻ കഴിയുമോ എന്ന ഭയത്തിലാണ് കാറ്ററിംഗുകാർ. ഞങ്ങളിത് ഇപ്പോൾ സദ്യയൊക്കെ വന്നിട്ട് ബുക്കിംഗ് എടുക്കണില്ല, കാരണം ഗ്യാസ് കിട്ടണില്ല. ഞായറാഴ്ച ഒരു 2500 വരെ സദ്യയുണ്ട്, ഗ്യാസ് ഇല്ല. വിറകടുപ്പൊന്നും വെക്കാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യണം എന്ന് ഭയങ്കര ബുദ്ധിമുട്ടിൽ, നല്ല വിഷമത്തിലിരിക്കണേ ഞങ്ങൾ. സദ്യ ഏറ്റുപോയില്ലേ, ചെയ്തു കൊടുക്കണ്ടേ. അത്യാവശ്യ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് മാത്രം ഗ്യാസ് വിതരണം നടത്താനാണ് ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ നിർദ്ദേശം. മൊത്തത്തിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തുന്നതുവരെ തീരുമാനം തുടരുമെന്നും ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.